ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമൂഹ മാധ്യമങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് RSSനെ നിരോധിക്കാത്തത് എന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ മെക്സെവനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവർ അതേ ചോദ്യമാണ് ആവർത്തിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാഭാവികം റിപ്പോർട്ട് ഇങ്ങനെയാണ്. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മരുമകൻ ഇവരിയ്ക്കുന്ന കാലത്തോളം ഇങ്ങനെയുള്ള റിപ്പോർട്ടല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുക്കുകയുള്ളൂ, അല്ലേ? നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. നമുക്ക് ഒരു ചെറിയൊരു തിരുത്തൽ പറയാനുണ്ട്. അതായത് പറയൂ. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് AP അബൂബക്കർ മുസ്ലിയാരുടെ വിരുദ്ധ ചേരിയിലുള്ള AP അബൂബക്കർ മുസ്ലിയാരുടെ ഗുരുവായിരുന്ന EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ്. AP EK വിഭാഗങ്ങളാണ്. ഇപ്പൊ മുസ്ലിം ലീഗുള്ള EK വിഭാഗമാണ്. EK വിഭാഗത്തുമായിട്ട് സുന്നികൾ, അതായത് നമ്മുടെ താമര സുന്നി, അരിവാൾ സുന്നി എന്നൊക്കെ ചീത്തപ്പേരുകേട്ട സുന്നി, അതായത് കാന്തപുരത്തിന്റെ സുന്നി, ഈ കാന്തപുരത്തിന്റെ സുന്നിക്ക് ഭയങ്കരമായ എതിർപ്പുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം പറയാം, അങ്ങനെ ഷെയർ ചെയ്യാം. ഈ EK സുന്നിയിൽപ്പെട്ട മുസ്ലിം ലീഗിന്റെ വലിയൊരു പക്ഷം നേതാക്കന്മാരും ഇപ്പോൾ പ്രാക്ടീസിംഗ് മുജാഹിദുകളാണ്. അവരിപ്പോൾ സുന്നികളല്ല, പ്രാക്ടീസിംഗ് മുജാഹിദുകളാണെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങേക്ക് ഇപ്പോ ജാമിയ നദ്വിയ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന അധികം അധ്യാപകരും സുന്നികളുടെ ആലയത്തിൽ വളർന്നു വന്ന സുന്നി പുരോഹിതന്മാരാണ്. അവർ പിന്നീട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വരുന്നവരാണ്. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സുന്നി വിഭാഗക്കാരെ വെറുതെ നിർത്തല്ല. കാരണം സുന്നികൾ പൊതുവെ അന്യമതസ്ഥരോടും അടിപിടി ഉണ്ടാക്കാൻ പോകാത്തവരാണ്. ഇപ്പോ ഈ താമര അല്ലെങ്കിൽ കോൺഗ്രസ് സുന്നി അല്ലെങ്കിൽ വരിവാൻ സുന്നി എന്നൊക്കെ പറയുന്ന കാലാകാലം വോട്ട് കച്ചവടം ചെയ്യുന്ന അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി ഹിന്ദുക്കളോടൊന്നും വലിയ വർഗീയ കലാപത്തിൽ നേരിട്ട് അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ലാത്തവരാണ്. അവർ പൊതുവെ അവരുടെ മതത്തിലെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അല്ലാതെ അവർക്ക് യാഥാർത്ഥിക മുസ്ലിങ്ങളാണ്. അവർ കൊല്ലാൻ ശ്രമിക്കുന്നത് ഈ ചേകനൂർ മൗലയെ പോലെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുള്ള തിരുത്തൽ ശക്തികൾ മാത്രമാണ്. സുന്നി ടൈഗർ ഫോഴ്സ് ഒക്കെ ഈ വിഭാഗത്തിനോടനുബന്ധിച്ചായിരുന്നു ഉണ്ടായിരുന്ന കാലത്ത്. സുവർണ്ണ കുന്നിലെ തിരയിലൊക്കെ ഓർമ്മിക്കുമല്ലോ. അപ്പോ ഞാൻ പ്രധാനപ്പെട്ട പറയാവുന്ന സംഗതി, മുജാഹിദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ, യുദ്ധം ചെയ്യുന്നവനാണ്. മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ MM അക്ബർ 2ാം ക്ലാസ്സിലെ കുട്ടികളോട് നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ കുട്ടിയോ ഹിന്ദു കുട്ടിയോ ക്ഷണിക്കുമ്പോൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? 2ാം ക്ലാസ്സിലെ കുട്ടികളോട് പാഠപുസ്തകം ചോദിച്ചാണ്. MM അക്ബർ നാട് മുഴുവൻ സ്നേഹ സമ്മാനം നടത്തിയാണ് മുജാഹിദുകളുടെ ലീഡർ കേരളത്തിലെ ജാക്കിർ നായിക്കിന്റെ കേരളം പതിപ്പ്. അപ്പൊ ജാക്കിർ നായിക്കാണ് ഇന്ത്യൻ മുജാഹിദീൻ എന്ന വലിയ ഭീകര സംഘടന, ഒരുപക്ഷെ ഏറ്റവും നികൃഷ്ടമായ ഭീകര സംഘടനയായ ഇന്ത്യൻ മുജാഹിദീന്റെ ബ്രെയിൻ ജാക്കിർ നായിക്കായിരുന്നു. ആൾക്കാലത്തെ ഇന്റലിജൻസ് ബ്യൂറോ വെളിപ്പെടുത്തിയതാണ്, ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ പതിപ്പാണ് ഈ മുജാഹിദ് കേരളത്തിലുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായി കൈയാളാൻ നടത്താൻ സാധിക്കുക സുന്നികളിലൂടെ അല്ല. പിതൃപ്പന്മാരും പഴയ ബ്രാഹ്മണവാദികളുമാണ് എന്നാണ് അവരുടെ ഉള്ളിലെ വർത്തമാനം. അപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ വലിയ പാർട്ടി ഇതുവരെ ഉള്ളതുപോലെ കണ്ടാൽ പോരാ, അതിപ്പോൾ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തോളോട് തോൾ ചേർന്ന് പോകുന്നതാണ് ആശയപരമായി. അതുകൊണ്ട് ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് ആശയപരമായ മാറ്റം വന്നാൽ അത് അത്യന്തം അപകടകരമാണ്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് റിയാസിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ചേകനൂർ മൗലവി ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് എനിക്കൊക്കെ എതിരെ ഇത്രയധികം കൊലവിളികളും ഭീഷണികളും ഉണ്ടാകുന്നത്. കാരണം സ്വന്തം സമുദായത്തിനകത്ത് നിന്ന് തന്നെ സമുദായത്തെ പരിഷ്കരിക്കാൻ ശ്രമിച്ചാൽ, മതത്തെ പരിഷ്കരിക്കാനോ തിരുത്താനോ ശ്രമിച്ചാൽ കൂടുതൽ കുഴപ്പമുണ്ടാകും. കാരണം ഒരു കുടുംബത്തിനകത്തുള്ള എല്ലാ ഉള്ളതും ഇല്ലാത്തതും, ശക്തിയും നമ്മുടെ ദൗർബല്യവും ബലഹീനതയും എന്താണ് എന്ന് ഈ കുടുംബത്തിനകത്തുള്ളവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, മെക്സെവൻ വിവാദത്തിൽ ആരാ ആദ്യം വന്നത്? CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. അപ്പോ CPMന്റെ ആളാണ്. ഇതിനകത്ത് നിന്ന് തന്നെയാണ് മുസ്ലിം തീവ്രവാദത്തെ പ്രതിരോധിക്കണം എന്ന ഒരു ആശയം വളർന്നു വരുന്നത്. അതിനെ തള്ളി രംഗത്ത് വന്നതാരാ? സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മെക്സെവൻ വർഗീയവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, ഉപകരണമാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വഞ്ചിയൂരിലെ നടു റോഡിൽ നടന്ന CPM സമ്മേളനത്തിൽ A. വിജയരാഘവൻ നടത്തിയ അമ്മായിയമ്മ പരാമർശം ആലങ്കാരിക പ്രയോഗമാണ് എന്നും അതിനെ പ്രത്യയശാസ്ത്ര പ്രശ്നമായി കാണണ്ട എന്നും പ്രതികരിച്ച സമയത്താണ് ഗോവിന്ദൻ ഇത് പറയുന്നത്. ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും കായിക പരിശീലനം നടത്തുന്നതിനെ ഒന്നും പാർട്ടി തെറ്റായി കാണുന്നില്ലെന്നും ഇതാണ് പാർട്ടിയുടെ നിലപാടെന്നും മെക്സെവൻ വിഷയത്തിൽ താൻ ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്ന് മോഹനൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോ സ്വന്തം പാർട്ടിക്കകത്തു നിന്നും സമുദായത്തിനകത്തു നിന്നും ശക്തമായ രൂപത്തിലുള്ള വിയോജിപ്പുകൾ രംഗപ്രവേശം ചെയ്യുവാണ്. മുഹമ്മദ് റിയാസ് എന്തുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മുഹമ്മദ് റിയാസ് തീർച്ചയായിട്ടും ആശയപരമായിട്ട് മുജാഹിദ് പക്ഷത്താണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ആശയപരമായി, മതപരമായ ആശയപരമായി.
അപ്പൊ മുജാഹിദുകൾ എന്താണ്? മുജാഹിദുകൾ സന്ധി സംഭാഷണത്തിലോ അല്ലെങ്കിൽ സ്നേഹത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ഏറ്റവും ഖുർആൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ അനുവർത്തിക്കാനുള്ളതാണ്. അത് അല്ലെങ്കിൽ തഫ്സീർ വെച്ചിട്ട് അതിനെ ന്യായീകരിച്ച് മറ്റു മതസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആഗോള സംഘടനയാണ് മുജാഹിദുകൾ. സംശയമുള്ള കാര്യമാണ്. അവരാണ് ഈ കോളേജുകളിലെ പ്രൊഫഷണലുകളെ മതം മാറ്റുന്നതും വലിയ വലിയ ഡോക്ടർമാരെ മതം മാറ്റുന്നതും അവരാണ്. മെഡിക്കൽ കോളേജിൽ 107 കുട്ടികളാണ് ഒരു 6-7 വർഷത്തിനുള്ളിൽ മതം മാറി. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പൊ അതൊക്കെ ഇവരുടെ ദാവ പ്രവർത്തനം. നേരത്തെ പറഞ്ഞല്ലോ, ന്യായീകരിച്ച് മറ്റു മതസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആഗോള സംഘടനയാണ് മുജാഹിദുകൾ. സംശയമുള്ള കാര്യമാണ്. അവരാണ് ഈ കോളേജുകളിലെ പ്രൊഫഷണലുകളെ മതം മാറ്റുന്നതും വലിയ വലിയ ഡോക്ടർമാരെ മതം മാറ്റുന്നതും അവരാണ്. മെഡിക്കൽ കോളേജിൽ 107 കുട്ടികളാണ് ഒരു 6-7 വർഷത്തിനുള്ളിൽ മതം മാറി. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പൊ അതൊക്കെ ഇവരുടെ ദാവ പ്രവർത്തനം. നേരത്തെ പറഞ്ഞല്ലോ, അതിന് തൊഴിലാളിക്ക് ദാവ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് 120ഓളം കുട്ടികളെയാണ് മതം മാറ്റിയത്. സംശയമുള്ള കാര്യമാണ്. അവരാണ് ഈ കോളേജുകളിലെ പ്രൊഫഷണലുകളെ മതം മാറ്റുന്നതും വലിയ വലിയ ഡോക്ടർമാരെ മതം മാറ്റുന്നതും അവരാണ്. മെഡിക്കൽ കോളേജിൽ 120 കുട്ടികളാണ് ഒരു 6-7 വർഷത്തിനുള്ളിൽ മതം മാറി. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പൊ അതൊക്കെ ഇവരുടെ ദാവ പ്രവർത്തനം. നേരത്തെ പറഞ്ഞല്ലോ, അതിന് തൊഴിലാളിക്ക് ദാവ, അതായത് മതപ്രബോധനം നൽകുന്ന പ്രവർത്തനം രാത്രി അത് നടത്തുന്നത് സുന്നികളല്ല. സുന്നികൾ കോഴികൾ ചെയ്ത് കടന്നുറങ്ങേ ഉള്ളൂ. ഈ മുജാഹിദുകളാണ് രാത്രി സമയത്ത് ഇങ്ങനെ മതബോധനമായിട്ട് ബാംഗ്ലാദേശികളുടെ ഇടയിൽ ഇറങ്ങുന്നത്. അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ റാഡിക്കലൈസ് ചെയ്ത ആശയപരമായി റാഡിക്കലൈസ് നടത്തിയിരിക്കുന്ന മുജാഹിദുകളുടെ ഒരു വലിയ സംഘമുണ്ട്. ഈ കുഞ്ഞാപ്പ അടക്കമുള്ളവരൊന്നും സുന്നികളല്ല. അവരിപ്പോൾ ആശയപരമായി മുജാഹിദ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ബാംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രക്ഷോഭങ്ങൾ മുഴുവൻ ഒരു സുന്നി ഒരു റെവല്യൂഷൻ അല്ല, ഇറ്റ് ഇസ് എ മുജാഹിദ് റെവല്യൂഷൻ. വേൾഡ് ഓവർ അതാണ്. ഞാൻ ദുഃഖകരമായ സത്യം കൂടി പറയാം. ലോക ആഗോള രാഷ്ട്രങ്ങൾ ഖത്തറിനെ നിരോധനം ഏർപ്പെടുത്തി. സൗദി പോലും ഖത്തറിനെതിരായ കാരണം എന്തായിരുന്നു? ഖത്തർ സാമ്പത്തികമായി ഉയർന്നു, പക്ഷെ അവിടെ മുജാഹിദുകളുടെ പ്രവർത്തനം വളരെ പ്രബലമായി എന്നുള്ളതാണ്. മുജാഹിദുകളുടെ പ്രവർത്തനം എവിടെയെങ്കിലും പ്രബലമായി കഴിഞ്ഞാൽ ആ നാട് എത്രയും പെട്ടെന്ന് ആഭ്യന്തര ജിഹാദ് പ്രഖ്യാപിക്കും എന്നുള്ളത് സംശയമില്ല. അത് ആഗോള മാതൃകയിലുണ്ട്. ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റഹ്മത്തുള്ള കാസിമി മൂത്തേടം ഇതിന്റെ ക്യാമ്പയിൻ പ്രഭാഷണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ പോലെയുള്ള പല ഇടങ്ങളിലും ഖദീജയുടെ വീട് ഇന്ന് പൊതു ടോയ്ലറ്റായി മാറിയതും ആയിഷയുടെ വീട് ലൈബ്രറിയായി മാറിയതും ഇതൊക്കെ മുജാഹിദുകാർ കൊണ്ടുവന്ന പുരോഗമനമാണ്, പുരോഗതിയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എവിടെയാണോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളത് അവരെയൊക്കെ മതപരമായി വീണ്ടും ഒരുമിപ്പിക്കണം. മെക്സെവൻ എന്ന വ്യായാമ മുറ അഭ്യസിക്കുന്ന കായിക സംരക്ഷണ സേനയ്ക്കെതിരെ ആദ്യം രംഗത്ത് വരുന്നത് CPM-ഉം സുന്നി മുസ്ലിം സംഘടനയുമാണ്. അവരുയർത്തിയ വിമർശനങ്ങൾ പിൻവലിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്താ? വ്യായാമ പദ്ധതി എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട രഹസ്യ സംഘടനാ സംവിധാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥര് വരെ, സമൂഹത്തിലെ പ്രമുഖർ വരെ, CPM കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ, മതസംഘടനാ നേതാക്കൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ വരെ പങ്കുചേർന്നിട്ടുണ്ട്. ഈ സംവിധാനത്തിന് ജമാഅത്തെ ഇസ്ലാമി ബന്ധവും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ബന്ധവും ആരോപിച്ചാൽ സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ഒരു കേന്ദ്രം പ്രതിസ്ഥാനത്ത് വരും. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് വിമർശിച്ചവരെ കൊണ്ട് നിലപാട് മാറ്റിച്ചത് എന്നാണ് അറിയുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച 2022-ലാണ്. ഈ സംവിധാനം ഇത്രത്തോളം ശക്തമായതും 2022-ലാണ്. ഒന്ന് നിരോധിച്ചാൽ അടുത്ത ഒന്നിനെ ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ. ഏറെ ദുരൂഹമായിരുന്നു വിമർശനങ്ങളൊക്കെ. പിന്നീടുള്ള പിൻവലിക്കലും അതിലേറെ ദുരൂഹതയുണ്ട്. ഉറ്റ രാഷ്ട്രീയ ചങ്ങാതിമാരായ CPM-ഉം ഇസ്ലാമിക മതകാര്യ ഉന്നത സഭയായ സമസ്തയിലും സുന്നി AP വിഭാഗവും ഒരേ സമയത്താണ് കായിക സംരക്ഷണ സേനയായ മെക്സെവനെ വിമർശിച്ചതും പിൻവലിച്ചതും. കോഴിക്കോട് കേന്ദ്രീകരിച്ച് CPM-ന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയ നിലപാടുകൾ എടുക്കുന്നത്, നയനിലപാടുകൾ എടുക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി P. മോഹനനാണ്. പാർട്ടിയിൽ പല ഉന്നതരെയും വശത്ത് ഒതുക്കി തന്നെയാണ് മോഹനൻ ഇതിൽ മുന്നേറുന്നത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന് പോലും മോഹനന് പിന്നിലേ സ്ഥാനമുള്ളൂ. ആ മോഹനന് വാക്കും നാക്കും പിഴക്കില്ല. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എന്ത് കിട്ടിയാലും എതിരാളികൾ എടുത്ത് അലക്കും എന്നുള്ളത് കൊണ്ട് പിഴച്ചവർ സംസാരിക്കില്ല. ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് മെക്സെവനെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ബന്ധവും ആരോപിച്ചത്. ഞങ്ങൾ അന്വേഷിച്ച് നിരീക്ഷിച്ച് പഠിച്ച ശേഷമാണ് പറയുന്നത് എന്നായിരുന്നു മോഹനന്റെ പൊതുവേദിയിലുള്ള പ്രസംഗം. മുസ്ലിം രാഷ്ട്രീയം നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് സഖ്യമുണ്ടാക്കിയ
കാന്തപുരം നയിക്കുന്ന AP സുന്നി വിഭാഗത്തിന്റെ ശബ്ദവും മോഹനന്റേതും ഒന്നു തന്നെയായിരുന്നു. മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഈ സംഘടനയെന്നും സംസ്ഥാന സെക്രട്ടറിയും സുന്നി വിഭാഗം നേതാവുമായ പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിയാണ് ആദ്യം രംഗത്ത് വരുന്നത്. CPM നേതാവ് P മോഹനൻ മെക്സവൻ വിമർശനം പിൻവലിച്ചതോടെ കാന്തപുരത്തിന്റെ മകനും നോളജ് സിറ്റി CEO-യും സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറിയുമായ AP അബ്ദുൽ ഹക്കീം ഹസരിയും പ്രസ്താവനയിലൂടെ സുന്നി വിഭാഗത്തിന്റെ മുൻ നിലപാട് തിരുത്തി. ഏതെങ്കിലും സംഘടനയല്ല, സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനെയാണ് എതിർത്തത് എന്ന് പറഞ്ഞ ഹക്കീം അസ്ഹരി തടിയൂരി. എന്നാൽ പേരോട് സഖാഫി ഉന്നയിച്ച ആരോപണങ്ങൾ ഏറെ ഗുരുതരമായിരുന്നു. മെക്സവൻ ചതിയാണ്, വിശ്വാസികൾ പെടരുത് എന്ന മുന്നറിയിപ്പോടെ നടത്തിയ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. വ്യായാമ കൂട്ടായ്മ എന്തിനാണ് ഇസ്ലാമികമായി സലാം ചൊല്ലുന്നത്? അതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനു ഒളിച്ചു കടത്തുന്നു? PFIയുടെ പൂർവ്വരൂപമായ NDF കേരളത്തിൽ തുടങ്ങിയതും സമാനമായ രീതിയിലാണ് എന്ന് SYS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ ചൂണ്ടിക്കാണിച്ചതും ഗുരുതരമായ വിഷയമാണ്. മുസ്ലിം പോക്കറ്റുകളിലാണ് മെക്സവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നു എന്ന് ആരോപിച്ചില്ലേ? ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും PFIയുടെയും ബന്ധമുള്ള മുൻ പ്രവർത്തകരാണെന്ന് പറഞ്ഞില്ലേ? CPM, കേരള കോൺഗ്രസ്, INTUC തുടങ്ങിയ നിരവധി സംഘടനകളിലെ അംഗങ്ങൾ മെക്സവനിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പരിപാടികളിൽ ഒന്നിൽ പങ്കാളിയാകുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? മലപ്പുറം ജില്ലയിലെ തുറക്കലിൽ നിന്നുള്ള വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ കായിക സംരക്ഷണ സേനയ്ക്ക് പരിശീലന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 7 കാറ്റഗറി, 21 വ്യായാമങ്ങൾ, മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ മെക്സവൻ. 2022 തുടങ്ങിയ ഈ സേനയ്ക്ക് മലബാറിൽ മാത്രം 1000-ഓളം യൂണിറ്റുകൾ എങ്ങനെയുണ്ടായി? ഈ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളൊക്കെ മറുപടി കിട്ടിയിട്ടാണോ ആരോപിച്ചവർ മാറ്റി പറഞ്ഞത്? പറയിപ്പിക്കാനും മാറ്റി പറയിപ്പിക്കാനും പോസ്റ്റുകൾ ഇടാനും അത് ഡിലീറ്റ് ചെയ്യാനും പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കും അറിയാം. നന്ദി.